പ്രിയദർശിനി സൗജന്യ ബസ് യാത്രയുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി CP ജോൺ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ കടുത്ത വിമർശനവുമായി മുൻ മന്ത്രിമാരായ KN ബാലഗോപാലും P രാജീവും രംഗത്ത് വന്നു. ജനങ്ങളെ വിളിച്ചുവരുത്തി അപമാനിക്കുന്നതിന് തുല്യമാണ് മന്ത്രിയുടെ പ്രസ്താവനയെന്ന് KN ബാലഗോപാൽ ആരോപിച്ചു. സർക്കാരിനെ നയിക്കുന്നത് ധിക്കാരമാണെന്നും ഭരണാധികാരികളിൽ നിന്ന് പുറത്തുവരുന്നത് മാടമ്പി സ്വഭാവമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മന്ത്രിമാർ നിലവിൽ മുഖ്യമന്ത്രിയുടെ ശൈലിയാണ് അനുകരിക്കുന്നതെന്നും KN ബാലഗോപാൽ കൂട്ടിച്ചേർത്തു. ഇതിനൊപ്പം മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ചും അദ്ദേഹം ചോദ്യങ്ങൾ ഉന്നയിച്ചു. മുഖ്യമന്ത്രി ആരെ കാണാനാണ് യാത്ര നടത്തിയതെന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹം പുറത്തു പറഞ്ഞാൽ അപകടമുണ്ടാകുന്ന തരത്തിലുള്ള ഏത് നിക്ഷേപകനെയാണ് കാണാൻ പോയതെന്നും ഇത്തരം ഗൂഢാലോചനകളിലൂടെയാണോ നാട്ടിലേക്ക് നിക്ഷേപം കൊണ്ടുവരുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. അതേസമയം ഉറങ്ങിക്കിടക്കുന്ന ആളെ വിളിച്ചുണർത്തി മുഖത്ത് കാർക്കിച്ചു തുപ്പുന്നത് പോലെയുള്ള ആക്ഷേപകരമായ പെരുമാറ്റമാണ് മന്ത്രി CP ജോണിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് CPM നേതാവ് P രാജീവ് വിമർശിച്ചു. കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ ഇതുപോലെ പരസ്യമായി അധിക്ഷേപിച്ച മറ്റൊരു സംഭവം മുൻപുണ്ടായിട്ടില്ലെന്നും ഈ പരാമർശങ്ങൾ തികച്ചും പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. സ്ത്രീകളെ ആക്ഷേപിച്ചുള്ള ഈ നീക്കം പ്രിയദർശിനി പദ്ധതി പൂർണ്ണമായി അവസാനിപ്പിക്കാനുള്ള മുൻകൂട്ടി തയ്യാറാക്കിയ ആസൂത്രണത്തിന്റെ ഭാഗമാണെന്ന് P രാജീവ് ആരോപിച്ചു. ജനങ്ങൾക്ക് ലഭിക്കുന്ന സൗജന്യങ്ങളെയും സേവനങ്ങളെയും ഇത്തരത്തിൽ പുച്ഛിച്ചു തള്ളുന്നത് സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടാണ് വ്യക്തമാക്കുന്നത്. ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രികളിൽ പോയിക്കൂടെ എന്ന മന്ത്രിയുടെ പരാമർശം ഒരു ഒറ്റപ്പെട്ട അഭിപ്രായമല്ലെന്ന് P രാജീവ് ചൂണ്ടിക്കാണിച്ചു. പൊതുമേഖലയെ തകർത്ത് ആരോഗ്യ ഗതാഗത രംഗങ്ങൾ പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് വിട്ടു നൽകാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പ്രിയദർശിനിയിലെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മന്ത്രി CP ജോൺ വ്യക്തമാക്കി. സ്ത്രീയുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് താൻ സംസാരിച്ചതെന്നും തന്റെ വാക്കുകൾ വിവാദമുണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലെന്നും CP ജോൺ പറഞ്ഞു. താൻ എന്താണ് പറഞ്ഞതെന്ന് ഒരു വിശദീകരണം തന്നോട് ചോദിക്കാമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. പരാമർശങ്ങൾ വിവാദമായതോടെയാണ് പ്രതികരണവുമായി മന്ത്രി രംഗത്ത് വന്നത്. യാത്ര ചെയ്യാൻ പോലും കഴിവില്ലാത്ത, സാമ്പത്തികമില്ലാത്ത സ്ത്രീകളുണ്ട്. അത് മനസ്സിലാക്കാൻ താനടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നതാണ് സങ്കടകരം. ഇതിനെക്കുറിച്ചാണ് താൻ പറഞ്ഞതെന്നും കേരളത്തിലുള്ളവർ ദാരിദ്ര്യം അനുഭവിക്കുന്നതായി അഭിനയിക്കുന്നു എന്നൊന്നും താൻ പറഞ്ഞിട്ടില്ലെന്നും CP ജോൺ പറഞ്ഞു. സർക്കാർ സ്ത്രീകൾക്ക് അനുവദിച്ച പ്രിയദർശിനി സൗജന്യ യാത്രയിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നുവെന്നാണ് മന്ത്രി CP ജോൺ പറഞ്ഞത്. പൈസയില്ലാത്ത KSRTC ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുകയാണെന്നും എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് മന്ത്രിയുടെ പ്രസ്താവന. ഫീസില്ലാത്ത സ്വകാര്യ സ്കൂളിൽ പോലും മക്കളെ വിടില്ല. ബസ് വന്നാൽ പൈസ കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല, പകരം സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുമെന്നും കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു.